ബെത്രസ് കാന്തോസിലേക്ക് ഏവർക്കും സ്വാഗതം. കുരുത്തോല ഞായറാഴ്ച ഈശോ രാജകീയമായിട്ട് ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുന്ന ഈ ഞായറാഴ്ചയിലേക്കും തുടർന്നുള്ള വിശുദ്ധ വാരത്തിലേക്കും നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കും ഈശോയോടൊപ്പം ജെറുസലേമിലേക്കൊന്ന് പോയാലോ? തിബേരിയസ് സീസറിൻ്റെ ഉപദേശകനായിരുന്നു ഏലിയൂസ് സൈനാനൂസ്. കടുത്ത യഹൂദ വിരോധിയായ അയാളാണ് പോന്തിയോസ് പീലാത്തോസിനെ യൂദയായിലെ ഗവർണറായി നിയമിച്ചത്. AD 26 ഈ പോന്തിയോസ് പീലാത്തോസിനെ കുറിച്ചാണ് ഹെറോദ് അഗ്രിപ്പ ഇങ്ങനെ പറയുന്നത്: സ്വഭാവത്തിൽ അചഞ്ചലനും പിടിവാശിയിൽ ക്രൂരനുമായ ഒരു മനുഷ്യൻ. അദ്ദേഹം യൂദയായിൽ പ്രവേശിച്ചത് തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ്. രാത്രിയിൽ പട്ടാളക്കാരുടെ അകമ്പടിയിൽ റാലിയായി. ആരെങ്കിലും രാത്രിയിൽ റാലി നടത്തുമോ? മാത്രമല്ല, ഈ പോന്തിയോസ് ചക്രവർത്തിയുടെ രൂപം ആലേഖനം ചെയ്ത കൊടി ദേവാലയ നഗരത്തിൽ സ്ഥാപിച്ചു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദനയ്ക്ക് കാരണമായി. വിഗ്രഹാരാധനയ്ക്ക് തുല്യമായാണ് അവരതിനെ കണ്ടത്. അതിനോടുള്ള പ്രതിഷേധമായി മൗനമായിട്ട് പോന്തിയോസ് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിന് ചുറ്റും 5 ദിവസത്തേക്ക് നിലകൊള്ളാൻ അവർ തീരുമാനിച്ചു. മൗനമാചരിക്കുന്ന യഹൂദരുടെ നേരെ ഊരിപ്പിടിച്ച വാളുമായി നിലകൊള്ളാൻ പീലാത്തോസ് പട്ടാളക്കാരോട് കൽപ്പിച്ചു. ദൈവകൽപ്പന ലംഘിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണെന്ന് ഈ യഹൂദരും തീരുമാനിച്ചു. എന്നാൽ ഇതിൽ അത്ഭുത പരതന്ത്രനായ പീലാത്തോസ് കൊടി അഴിച്ചുമാറ്റുക മാത്രമല്ല, പട്ടാളക്കാരെ പിൻവലിക്കുകയും ചെയ്തു. അധികാര പ്രമത്തത കാണിക്കുക ഭരണാധികാരികളുടെയും രാജാക്കന്മാരുടെയും ഒരു രണ്ടാം ഭാവമായിട്ട് കരുതുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന്. ഇവിടെയാണ് യേശു വ്യത്യസ്തനാകുന്നത്. കുതിരപ്പുറത്ത് കയറാതെ വിനയാനീതനായി ഒരു കഴുതയുടെ പുറത്ത് കയറി ഈശോ ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ 3 കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ഈശോ സഞ്ചരിക്കുന്നത് ഒരു കഴുതപ്പുറത്ത്. നമുക്കൊക്കെ ഇഷ്ടം കുതിരകളും വാളുമൊക്കെയാണ്. പക്ഷേ ഈശോ തിരഞ്ഞെടുക്കുന്ന വഴി വ്യത്യസ്തമായ ഒരു വഴിയാണ്. കഴുതയുടെ പുറത്ത് കയറിയാണ് ഈശോ സഞ്ചരിക്കുന്നത്. സുവിശേഷത്തിൽ അതിന് സമാധാനത്തിൻ്റെ പ്രതീകം എന്നൊക്കെ അടയാളങ്ങളുണ്ട്. നമുക്കത് മാറ്റി നിർത്താം. ഈശോ ജനത്തെയും ജനക്കൂട്ടത്തെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ ജനം നാളെ തൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈശോ തിരഞ്ഞെടുക്കുന്നത് കഴുതപ്പുറത്താണ്. കാരണം എന്താ? ദൈവത്തിൻ്റെ രക്ഷ സ്വന്തമാക്കുക കുരിശിലൂടെയാണ്. സർവ്വജനത്തിനു വേണ്ടി യേശു ഒരുക്കുന്ന രക്ഷ കുരിശിലൂടെ നൽകുമ്പോൾ ഈ കുരിശിൻ്റെ ബലഹീനതയാണ് കഴുതയിലൂടെ ഈശോ പ്രതിനിധാനം ചെയ്യുന്നത്. കഴുതയുടെ പുറത്ത് കയറി സഞ്ചരിക്കുന്നതിലൂടെ ഈശോ സകലരുടെയും ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന, കുരിശിൽ സകലരുടെയും പാപങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു രക്ഷകനായിട്ട് അവതരിക്കുകയാണ്. മറ്റുള്ളവർക്ക് രക്ഷ നേടിക്കൊടുക്കാൻ, മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ ഒരു കഴുതയായിട്ട് മാറാൻ ഈശോ ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് പറയുകയാണ്. കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റെടുക്കുന്ന, മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കഴുതയാകാൻ തയ്യാറുണ്ടോ എന്നാണ് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്.
രണ്ടാമതായിട്ട് നമുക്ക് വിചിന്തനത്തിന് വേണ്ടി ഈ ആൾക്കൂട്ടത്തെ തന്നെ എടുക്കാം. ഈശോ കഴുതുപുറത്ത് യാത്ര ചെയ്യുമ്പോൾ ജനക്കൂട്ടം അല്ലെങ്കിൽ ആൾക്കൂട്ടം ഈശോയ്ക്ക് ഹോസാന പാടി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ രാജാവിന് ഹോസാന പാടുന്നത് നാം ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ആൾക്കൂട്ടത്തോടെന്നും ഈശോയ്ക്ക് ഒരു അകലമുണ്ടായിരുന്നു. ഈശോ ആൾക്കൂട്ടത്തെ വലിയ ഗൗരവത്തോടു കൂടി കാണുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഈ ആൾക്കൂട്ടം എന്നും തന്നോടൊപ്പം ഉണ്ടാകുകയില്ല എന്ന് ഈശോയ്ക്ക് അറിയാം. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ 6-ാം അധ്യായം 26-ാമത്തെ വാക്യം ഈ ആൾക്കൂട്ടത്തിൻ്റെ അഭിനന്ദനങ്ങളോട് അല്പം മുഖം തിരിഞ്ഞ് നിൽക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും? മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു. നമ്മൾ ആൾക്കൂട്ടത്തോട് എന്നും ഒരു അകലം സൂക്ഷിക്കണം എന്ന് ഈശോ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താ? ആൾക്കൂട്ടം തരുന്ന അഭിനന്ദനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആൾക്കൂട്ടത്തോട് വഴങ്ങാനും വണങ്ങാനും തയ്യാറാകണം. എങ്കിലേ അവരുടെ അഭിനന്ദനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ഈശോ വ്യക്തമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ ആൾക്കൂട്ടം ചിലപ്പോൾ ഈശോയെ വിട്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വലിയ അടയാളമാണ് ഇന്ന് ഹോസാന പാടിയ അതേ ആൾക്കൂട്ടം അടുത്ത നിമിഷം അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ആൾക്കൂട്ടത്തിൻ്റെ അഭിനന്ദനങ്ങളോടുകൂടെ സഞ്ചരിക്കരുത് എന്ന് ഈശോ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണോ ഞാൻ? വ്യക്തമായ ഇല്ലാതെ കാറ്റത്താടുന്ന ഞാങ്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അതോ എൻ്റെ നിലപാടുകൾക്ക് വേണ്ടി ഈശോയെപ്പോലെ മരിക്കേണ്ടി വന്നാൽ പോലും നിലപാടുകൾ മാറ്റാതെ ജനക്കൂട്ടത്തിൻ്റെ നേരെ ശക്തിയോടെ നിലകൊള്ളാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണോ ഞാൻ? ഇതാണ് ഈ കുരുത്തോല ഞായറാഴ്ച നൽകുന്ന രണ്ടാമത്തെ ചിന്ത. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, വിശുദ്ധ വാരത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈശോയെ വഞ്ചിക്കുന്നവർ. യൂദാസ് 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റിക്കൊടുത്തു. സ്നേഹത്തിൻ്റെ നിറവായ ഗുരുവിനെ സ്നേഹത്തിൻ്റെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു എന്ന് നമുക്കറിയാം. സത്യത്തിൽ ഈ യൂദാസ് മാത്രമാണോ ഈശോയെ വഞ്ചിച്ചത് അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്തത്? സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ശിഷ്യൻ ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ആൾക്കൂട്ടത്തിലുള്ള പലരും ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുത്തവരാ. ചിലർക്ക് സൗഖ്യം കിട്ടി, ചിലർക്ക് കാഴ്ച കിട്ടി, ചിലർക്ക് സംസാര ശക്തി കിട്ടി, ചിലരുടെ രോഗങ്ങൾ മാറി. എന്നിട്ടും അവരൊക്കെ ഈശോയെ തള്ളിപ്പറഞ്ഞു അവനെ ക്രൂശിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ ക്രിസ്തുവിനോടൊപ്പം നിൽക്കാത്തപ്പോൾ, യേശുവിനോട് കൂടി നിൽക്കേണ്ട സമയത്ത്, യേശുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട സമയത്ത് ആ മൂല്യങ്ങളും നിയമങ്ങളും അനുസരിക്കാതെ എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, എൻ്റെ നേട്ടത്തിന് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈശോയുടെ നിയമത്തെയും കൽപ്പനകളെയും തള്ളിപ്പറഞ്ഞാൽ ഞാനും ഈശോയെ വഞ്ചിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നില്ലേ? ഒരു യൂദാസായിട്ട് ഞാനും മാറുന്നില്ലേ? അങ്ങനെയെങ്കിൽ എവിടെയൊക്കെയാണ് ഞാൻ എൻ്റെ ഈശോയെ തള്ളിപ്പറയുന്നത്? സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയാണോ? അല്പനേരത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയോ? എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണോ? മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണോ? നമുക്ക് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഈശോ നിലകൊള്ളുകയാണ്. ഈ വിശുദ്ധ വാരത്തിൽ നമുക്ക് ഈശോയോടൊപ്പമാകാം.
വ്യക്തമായ നിലപാടുകളോടെ ക്രിസ്തുവ് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി പിറന്നു. ആ ദൗത്യം അവസാനിക്കുന്നത് കുരിശിൽ ഏറി പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന ഒരു നിയോഗമുണ്ട്. ഈ ലോകത്തിലേക്ക് ദൈവം നമ്മെ അയച്ചപ്പോൾ ദൈവഹിതം നിറവേറ്റി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എത്തിച്ചേരുക. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോടൊപ്പം നിലപാടുകൾ എടുക്കണം, ദൈവത്തോടു കൂടെ സഞ്ചരിക്കണം, ദൈവത്തിൻ്റെ നിയമത്തെ മുറുകെ പിടിക്കണം. ഈ ജീവിതം അതിനുള്ളതായി മാറട്ടെ. നമുക്ക് സ്വാർത്ഥ ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ദൈവത്തെ മാറ്റി നിർത്താതിരിക്കാം. ആരെയും നമുക്ക് തള്ളിക്കളയാതിരിക്കാം. ഈശോയുടെ നാമത്തിൽ ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയോടൊപ്പമുള്ള ഒരു ഉത്ഥാനം, ഈശോയോടൊപ്പമുള്ള ഒരു ജീവിതമായിട്ട് നമ്മുടേത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.